രാത്രി കുറേ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മൂടി വെച്ച ഫുഡ് എൻ്റെ പപ്പയുടെ ഫുഡാണ് കേട്ടോ. പപ്പ ലേറ്റായിട്ടേ കഴിക്കുള്ളൂ. പപ്പയ്ക്കുള്ള ഫുഡൊക്കെ മൂടി വെച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് കിടക്കാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അവിടെ നല്ല കളിയാണ് റൂത്ത്. ഞാനിപ്പോൾ അവിടെ ചെന്നിരിക്കുകയാണെങ്കിൽ ഞാൻ പെട്ട അവസ്ഥയാകും. കാരണം 1 മണി 2 മണിയാകാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല. അവളുടെ കൂടെ ഞാൻ ഇരിക്കേണ്ടി വരും. ആ ഒരു ബ്ലോക്സ് ഇല്ലേ, അത് വെച്ച് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഡിനു ആണെങ്കിലും ബിഗ് ബോസ് കാണുന്നത്, അപ്പോൾ ആളെൻ്റെ തലയിലോട്ട് നൈസായിട്ടിടും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് പോന്നിട്ടാ. എന്നിട്ട് അമ്മേനിട്ട് കുറേ നേരം വാതിക്കയിൽ വന്നിരുന്ന് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ആത്തച്ചൊക്കെ ഉണ്ടായി കിടക്കുന്നത് അമ്മ കാണിച്ചു തന്നത്. ഫ്രണ്ടിൽ തന്നെയാണ്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് സീസണൊക്കെ ആകുന്ന ടൈമിലുണ്ടാവും. എനിക്കാണ് ഉറക്കമൊന്നും വന്നില്ല. അപ്പോഴാണ് ഗൈസ് മറ്റേ ആഫ്രിക്കൻ ഒച്ചില്ലേ അത് വീട്ടിൽ വന്നേക്കുന്നത്. നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്കും കൂടിയാണ്. ഈ അമീബയുടെ മസ്തിഷ്ക ജ്വരം ഒക്കെ ഉള്ളത് കൊണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങളത് വേഗം ക്ലീൻ ചെയ്ത്. എനിക്ക് പേടിയാണ് അതൊക്കെ തൊടാൻ. അമ്മ പിന്നെ ഒരു കവറും ഒരു തുണിയൊക്കെ ഇട്ട് അതവിടെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ്. അത് ഉപ്പിട്ടിട്ടാണ് ആദ്യം കളഞ്ഞത്. എന്നിട്ട് പിന്നെ അവിടെ അത് കിടക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് റൂത്ത് ലൂക്ക് എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിടാറുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നെയാണെങ്കിൽ അവർ തന്നെ തുറന്നൊക്കെയാണ് കയറാറ്. അല്ലെങ്കിൽ അവർ വിളിച്ച് നമ്മളെ തുറപ്പിക്കും. കാരണം റോഡ് സൈഡിൽ വീടായതുകൊണ്ട് റൂത്ത് പെട്ടെന്ന് എടുത്ത് ഓടും അങ്ങോട്ട്. വണ്ടിയൊക്കെ സ്പീഡിലായിരിക്കുമല്ലോ തന്നെ. അതുകൊണ്ട് പേടിച്ചിട്ട് നമ്മൾ എപ്പോഴും അടച്ചിടാറുള്ളൂ. മോളെ റൂത്തേ, 10 മണി ഉറങ്ങണില്ലേ? എത്ര മണിയായിരുന്നു ഇപ്പ? 10:01 ഉറങ്ങണില്ലേ? എടാ ലൂക്ക, 10 മണി ഉറങ്ങണില്ലേ? ലൂക്ക ലൂക്ക പിന്നെ ഞാൻ അവരെ വേഗം കൊണ്ടേ കിടത്തിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ലേറ്റായിട്ട് 2 പേരും ഉറങ്ങുള്ളൂ. എന്നിട്ട് വേഗം ഞങ്ങൾ പോയി കിടന്നു. 10 മണിയായിട്ടോ ഗൈസ്. ഇതുവരെ ഉറക്കം വരുന്നില്ല. എനിക്കും വന്നില്ല, കുട്ടികൾക്കും വന്നില്ല. ഡിനു പിന്നെ ബിഗ് ബോസിൽ അവരെ ഉറങ്ങിക്കഴിയാതെ ഡിനു ഉറങ്ങില്ല കേട്ടോ. ഡിനു അങ്ങനെയാണ്, അവരെ ഉറക്കിയിട്ട് ഡിനു ഉറങ്ങാറുള്ളൂ.